സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നമ്മുടെ ഭരണഘടനയിലെ പ്രിയാമ്പിൾ പറഞ്ഞ ചില വേർഡ്സ് ആണിത്. ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമോ? തപ്പി നോക്കേണ്ടി വരും. ജൂലൈ 20 ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ള പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് നേരെ പോലീസ് നടത്തിയിട്ടുള്ള ആക്രമണം, ഇന്നലെ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, നമ്മൾ ലോകത്തോട് അഹങ്കാരത്തോടെ വിളിച്ചു പറയാറുണ്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന്. ഇനി അഹങ്കാരത്തോടെ നമുക്ക് അത് അവകാശപ്പെടാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിറ്റൻഷൻ സെന്ററിൽ നിന്നാണ്. അതായത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ക്ലിയർ ആക്കുന്ന ഒരു വീഡിയോ ആണ് അത്. നമുക്കത് കാണാം. അതിനു മുൻപായി ഒന്ന് രണ്ട് വീഡിയോ ഞാൻ വെച്ചു തരാം. അതായത് ഒപ്പോസിഷൻ ലീഡറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ജന്തർ മന്ദറിൽ ഉണ്ടായിട്ടുള്ള സ്റ്റുഡൻസിനോട് അവർ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ വീഡിയോ കാണാം. चलो राहुल गांधी के मुंह से खून निकल रहा है, राहुल गांधी की नाक से खून निकल रहा है। ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിലെ ഒപ്പോസിഷൻ ലീഡറിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ജന്തർ മന്ദറിലൊക്കെ ഉണ്ടായിരുന്ന ആ സ്റ്റുഡൻസിനോട് ഇവർ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാകും? അറിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ചില എണ്ണം ഇതിനെ ന്യായീകരിക്കാൻ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ തല്ലിച്ചതച്ചതിനും അതുപോലെ സ്റ്റുഡൻസിനെ തല്ലിച്ചതച്ചതിനും എന്തിനാണ് യൂണിയൻ ഗവൺമെന്റിനെയും അമിത്ഷായും കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡൽഹി പോലീസ് ഇസ് അണ്ടർ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ഡൽഹി പോലീസ്. അവരാണ് ഡൽഹി പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഹോം മിനിസ്റ്റർ അമിത്ഷായാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് മാത്രം. ഇനി നമുക്ക് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ കാണാം. This morning I went and met the speaker of the Lok Sabha and I said to him that it was important that we be allowed to debate what happened to the students the day before. The speaker said he needed to take permission from the government, but it was very clear to us in the hours after that there was no interest in the government of having a debate. तो हमने डिसीजन लिया कि हम प्राइम मिनिस्टर के घर के सामने जाके धरना करें और जो स्टूडेंट्स की इशू है, जो देश के लिए सबसे जरूरी इशू है और जो उनके खिलाफ किया गया है, वो हम नेशनल अटेंशन में लाएं और प्राइम मिनिस्टर का घर के सामने जाके करें. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions and there's absolutely nothing wrong with asking these questions. Students की मांगे हैं, पहला धर्मेंद्र प्रधान और अमित शाह का रेजिग्नेशन, दूसरा कि स्टूडेंट्स को जिन्होंने मारा है, जिन्होंने ह्यूमिलिएट किया है, उन पर एक्शन लिया जाए और जो भी स्टूडेंट्स पर केसेस हैं उनको हटाया जाए. फाइनली पूरी ऑपोजिशन चाहती है कि ये जो इशू है, देश का सबसे बड़ा इशू है, इस पे कल लोकसभा में, राज्यसभा में डिबेट हो और हम अपनी बात रख सकें. मेरा मोदी जी से एक सजेशन है एज एलओपी, कल जो हुआ, जो आपकी सरकार ने, आपके होम मिनिस्टर ने किया, उसके लिए आप देश के स्टूडेंट से माफी मांगिए और जल्दी से जल्दी एग्जामिनेशन सिस्टम और एजुकेशन सिस्टम्स पर रिफॉर्म शुरू कीजिए. आप सब ने हमारा समर्थन किया. सारे लोग जो स्टूडेंट्स की इशू के लिए लड़ रहे हैं, एक साथ लड़ रहे हैं. मैं आप सबका दिल से धन्यवाद करता हूं. ഇത് രാഹുൽ ഗാന്ധി അവരുടെ തന്നെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്.
ഇനി മനസ്സിലാവാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാവിലെ, അതായത് ഇന്നലെ രാവിലെ ലോക്സഭ സ്പീക്കറിനെ പോയി കാണുകയും അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്, പെർമിഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റുഡൻസ് മിനിയാന്ന്, അതായത് ജന്തർ മന്ദിർ സ്റ്റുഡൻസിന് നേരെ നടത്തുള്ള ആക്രമണത്തെ കുറിച്ച് എന്ത് ചെയ്യണം, ആ ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് ഡിബേറ്റ് നടത്തണം എന്നൊരു കാര്യം. അപ്പോൾ ക്ലിയർ ആയിട്ട് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്, അതായത് സ്പീക്കറിന്റെ റിപ്ലൈ എന്ന് മനസ്സിലായിട്ടുള്ളത് ഗവൺമെന്റ് വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹാവിംഗ് എ ഡിബൈറ്റ്. അതായത് അങ്ങനെ ഒരു ഡിബൈറ്റിന് ഗവൺമെന്റിന് എന്താണ് താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ഡിബൈറ്റ് നടക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി. എവിടെ? പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസിൽ. എന്തിനു വേണ്ടി? നാഷണൽ അറ്റൻഷൻ വേണം സ്റ്റുഡൻസിന്റെ ഈ കൺസേണിനും, അതുപോലെ സ്റ്റുഡൻസിന് നേരെ നടത്തിയിട്ടുള്ള ഇതിൽ ആരാണോ അത് ചെയ്തിട്ടുള്ളത് അവരുടെ ഒക്കെ പേരിൽ ആക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതും പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളതും. അതുപോലെ അതിനുശേഷം എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഇറ്റ് ഈസ് കൊളാപ്സിങ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പേപ്പർ ലീക്ക് എന്തുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്, ഇത്രയും നമുക്കറിയാം നമ്മൾ ഇവിടെ ഇന്ത്യയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പണച്ചെലവുണ്ട്. അപ്പോൾ അത് എന്തിട്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഓരോ ഫാമിലീസും ഫൈനാൻഷ്യലി നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതിനുശേഷം സ്റ്റുഡൻസിന്റെ ഡിമാൻഡ് ഇവിടെ റൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി. ആദ്യം തന്നെ റെസിഗ്നേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ റിസൈൻ, അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ റിസൈനേഷനും വേണമെന്ന് പറയുന്നുണ്ട്. അത് കുട്ടികളുടെ, അതായത് സ്റ്റുഡൻസിന്റെ ആവശ്യം ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ സ്ട്രിക്ട് ആക്ഷൻ അഗൈൻസ്റ്റ് ദോസ് റെസ്പോൺസിബിൾ ഫോർ അസാൾട്ടിംഗ് ആൻഡ് ഹ്യൂമിലിയേറ്റിംഗ് സ്റ്റുഡൻസ്, സ്റ്റുഡൻസിന് നേരെ ആക്രമണം നടത്തിയവർക്ക് നേരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണമെന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസിന്, അതായത് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് നേരെ നടത്തിയിട്ടുള്ള എല്ലാ കേസുകളും, അതായത് അവർക്കെതിരെ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും വിഡ്രോ ചെയ്യണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിനുശേഷം ഓപ്പോസിഷൻ ലീഡർ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പറയുകയാണ്, ഡിമാൻഡ് ചെയ്യുകയാണ് ഒരു ഫോർമൽ ഡിബൈറ്റ് വേണം ലോക്സഭയിലും രാജ്യസഭയിലും. അതുപോലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ത് ചെയ്യണം, രാജ്യത്തുള്ള സ്റ്റുഡൻസിനോടൊക്കെ മാപ്പ് പറയണം ഈ കഴിഞ്ഞ ഇൻസിഡൻസിനെ കുറിച്ച്. കാരണം അവിടെ സ്റ്റുഡൻസിനെയാണ് തല്ലിച്ചതച്ചിട്ടുള്ളത് പോലീസ്. ഓക്കെ, അതുപോലെ അതായത് ഗവൺമെന്റിന്റെ ആക്ഷൻ എന്താണോ അവിടെ എടുത്തിട്ടുള്ളത് അതിന് അപ്പോളജൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനും അതുപോലെ എക്സാമിനേഷനിലൊക്കെ റിഫോംസ് കൊണ്ടുവരണം എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു താങ്ക്സ് ആണ്, അതായത് ഈ സ്റ്റുഡൻസിന്റെ കൂടെ നിന്ന ആളുകൾക്കൊക്കെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു താങ്ക്സ് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരുപാട് പേർ, അതായത് ഒരുപാട് ഈ പണം വാങ്ങിച്ചിട്ട് റൈറ്റ് വിങ്സിന്റെ പണം വാങ്ങിച്ച് നക്കിയിട്ട് ഇടുന്ന വീഡിയോസ് ഇടുന്ന ആളുകളും അതുപോലെ മീഡിയാസും ഉണ്ടല്ലോ, അവർ പറയുന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആദ്യമേ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ CJPയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു ചോദ്യം. ഇവിടെയും രാഹുൽ ഗാന്ധി CJPയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ സംസാരിച്ചിട്ടുള്ളത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇത് ഡ്രാമയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ടീംസ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതേ ഈ മാമ പണി ചെയ്യുന്ന മീഡിയ CJPയെ രാഹുൽ ഗാന്ധി അന്നേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും കോൺഗ്രസ് ആണ് ഈ CJPയെ ഫണ്ട് ചെയ്യുന്നതെന്ന് പറയില്ലേ? അവരതും പറയും. അവർക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം, അതായത് CJPയും ഈ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിനെയും നെഗറ്റീവ് ആക്കി കൊണ്ടുവന്ന് ഗവൺമെന്റിനെ ബൂസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെയും അവന്മാര് പോകും. മാധ്യമധർമ്മത്തെ പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവിടെ പല മാധ്യമങ്ങളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻജി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് LOP ശ്രീ രാഹുൽ ഗാന്ധി ആൻഡ് INC ഇന്ത്യ നാണമില്ലാതെ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, അവരുടെ പൊളിറ്റിക്കൽ വില്ലിങ്ങിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടാണ് ഈ കുട്ടികളെ കാണുന്നത് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം പറഞ്ഞത് മൺസൂൺ സെഷൻ ഓഫ് പാർലമെന്റ് അത് ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നാടകം എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ജി പറഞ്ഞത്. പൊന്നു ധർമ്മേന്ദ്ര പ്രധാൻ ജി, നമ്മൾ ഇതിനു മുൻപും ഒരുപാട് പാർലമെന്റ് സെഷൻ കണ്ടിട്ടുണ്ട്. അവിടെ ചോദ്യങ്ങളെ ഭയക്കുന്നത് ആരാണെന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് INCയോ അല്ലെങ്കിൽ മറ്റു പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ല, താങ്കളും തങ്ങളുടെ പാർട്ടിയും തന്നെയാണ്. പലപ്പോഴും ചോദ്യം ചോദിച്ചാൽ ഉത്തരം നൽകില്ല, അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകില്ല, അല്ലെങ്കിൽ ചോദിച്ചാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇറങ്ങി ഓടും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് രാജ്യത്തെ ജനങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരാണ് പാർലമെന്റിലെ ചോദ്യങ്ങളെയും ഭയക്കുന്നതെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി ആൻഡ് INC
ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ റെസിഡൻസിൽ ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇവൻ ആഫ്റ്റർ ഗവൺമെന്റ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്, അതായത് കോംപ്രഹെൻസീവ് ഡിസ്കഷൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് അതായത് കോൺഗ്രസ് സംസാരിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് ഇതൊരു പൊളിറ്റിക്കലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻജി പറയുന്നത്. അതായത് ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ ഹെഡ്ലൈൻസ് വന്നുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഫോർ രാഹുൽ ഗാന്ധി ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടല്ല എന്നാണ് പറഞ്ഞത്. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിസ് ഇസ് അബൌട്ട് മാനുഫാക്ചറിംഗ് കോൺഫറൻസ് ആഫ്റ്റർ എവറി ജെന്യൂൻ ഇവന്റ് ഫോർ ഡിസ്കഷൻ ഹാസ് ബീൻ ഓപ്പൺ. എല്ലാ ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നടക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ അവർ ഗവൺമെന്റ് 100% എന്താണ് കമ്മിറ്റി ടു ഡിസ്കസ് നീറ്റ്, അതുപോലെ അഡ്രസ് എവറി ജെന്യൂൻ കൺസേൺ ഓഫ് അവർ യൂത്ത് ഇൻ ദ ഫ്ലോർ ഓഫ് ഹൗസ് എന്നാണ് പറഞ്ഞത്. അതായത് ഫ്ലോർ ഓഫ് ഹൗസിൽ നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ പാർലമെന്റിൽ ഏതൊരു നീറ്റിന്റെ ഡിസ്കഷനും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 100% കമ്മിറ്റഡ് ആണ് എന്നൊരു കാര്യം പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞത്. ദ സ്റ്റുഡന്റ് ഓഫ് ഇന്ത്യ ഡിസേർവ് ഫോർ ബെറ്റർ ദാൻ ട്രീറ്റ് ആസ് എ, അതായത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഇതാവാതെ അതിലും കൂടുതലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അവരെ കാണുന്നത്. ഓക്കെ, അതുപോലെ പിന്നീട് പറഞ്ഞിട്ടുള്ളതാണ് വി ഓൺ അവർ സ്റ്റുഡൻസ് മോർ ദാൻ ഔട്ട്റീച്ച്, we own them answers, reforms and accountable. This is exactly what our government remain committing to delivering എന്നാണ് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻജി പറഞ്ഞത്. ധർമ്മേന്ദ്ര പ്രധാൻജി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുട്ടികളെ ജന്തർ മന്ദറിൽ വെച്ചിട്ട് സ്റ്റുഡൻസിനെ നേരെ എന്തിനാണ് ഇത്രയും വയലന്റ് ആയിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്? അതും ലാത്തിയിൽ ആണി വെച്ചിട്ട് വരെ അടിച്ചിട്ടുണ്ട്. ടിയർ കേസ് ആണെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എന്ത് കാണിക്കുമെന്നാണ് പറയുന്നത്? നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ രാജിവെച്ച് പോവുക എന്നുള്ളതാണ്. കാരണം ഇത്രയും എക്സാംസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊലാപ്സ് ചെയ്തിട്ട് താങ്കൾ ഇപ്പോഴും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ശാപം. താങ്കൾ ആദ്യം റിസൈൻ ചെയ്തിട്ട് പോവുക. അപ്പോൾ തന്നെ പകുതി പ്രശ്നം തീരും. പിന്നീടുള്ള പകുതി പ്രശ്നമല്ലേ അത് അപ്പോൾ കാണാം. ഇത്രയും കഴിവില്ല എന്ന് മനസ്സിലായിട്ടും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന താങ്കളുടെ തൊലിക്കട്ടി ഉണ്ടല്ലോ, ആ ഭാരം തന്നെയാണ്. എന്നിട്ടും ഇതുപോലുള്ള അതായത് വി ആർ കമ്മിറ്റഡ് ടു ഡെലിവറി, എന്ത് ഡെലിവറി എന്നാണ് പറയുന്നത്? ഇത്രയും എക്സാംസ് ഇതായിട്ടും ഒരാൾ പോലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല. എന്നിട്ടാണ് സ്റ്റുഡൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്ക് കൃത്യമായ കാര്യങ്ങൾ ഡെലിവറി ചെയ്യുമെന്ന്. ഈ ഡിസ്കഷൻ അല്ല വേണ്ടത്. ആദ്യം താങ്കൾ രാജിവെച്ച് പോകണം, അതിനുശേഷം ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഡിസ്കസ് ചെയ്യണം. അല്ലാതെ ഇത് ഇത്രയും 30 ദിവസത്തിൽ കൂടുതലായി അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്നു ജന്തർ മന്ദറിൽ. ഒരക്ഷരം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവിടെ ഉള്ള ആൾക്കാർ, അതായത് അവിടെ ഉള്ള സ്റ്റുഡൻസ് അവരുടെ പാരന്റ്സ് ഒക്കെ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ മനുഷ്യരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ന്യായീകരിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.